നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തൃക്കാക്കരയിൽ നടക്കുന്ന ജൂൺ മാസം വരുന്ന ഈ റിസൾട്ടിൽ വലിയൊരു ജയം UDF കാൻഡിഡേറ്റിന് ഉണ്ടാകാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത്, ഈ ജയത്തോടെ, തൃക്കാക്കരയിലെ ഈ ജയത്തോടെ 2022 ജൂൺ 3 തീയതിയോടെ നിന്റെ പേര് കേരളത്തിന്റെ ഇലക്ഷന്റെ അവസാന വാക്കുകൾ ഒന്നാക്കി ദൈവം മാറ്റും. പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്ന 4 വർഷം കഴിഞ്ഞ് മെയ് മാസം കേരളം ഞെട്ടുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന, തകർന്ന പാർട്ടിയെ തിരിച്ചു പണിത് ഒരു UDF തരംഗം 100-ലധികം സീറ്റോടെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കർത്താവ് സഹായിക്കും. ഏറ്റവും കൂടുതൽ മന്ത്രിമാർ തോറ്റുപോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും നിന്റെ മുമ്പിൽ നീ നയിക്കുന്ന അടുത്ത ഇലക്ഷൻ. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കും. നിന്റെ ശബ്ദത്തിനെതിരെ 2 മത നേതാക്കന്മാർ എതിരായിട്ട് വരും. ഒരാൾ കൂടുതൽ പത്രക്കാരോട് നിനക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവരെ എല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് 100-ലധികം സീറ്റോടെ നീയും നിന്റെ പാർട്ടിയും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കും. കർത്താവിന്റെ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മകന്റെ മേൽ ഒരു പ്രവാചക അഭിഷേകത്തെ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. നിന്റെ വായ ദൈവത്തിന്റെ വാ പോലെ, ഒരു പ്രവാചകന്റെ വാ പോലെ ദൈവമാക്കും കേരളത്തിന്റെ മേൽ. കർത്താവിനെ കാണിക്കുന്ന അടുത്ത ഇലക്ഷനുകളുമായി ബന്ധപ്പെട്ട് നീ എന്ത് പ്രഖ്യാപിക്കുന്നോ അത് തന്നെ കേരളത്തിൽ റിസൾട്ടായിട്ട് വരും. കേരളം അത്ഭുതത്തോടെ നോക്കി നിന്ന് പറയും, ഇവൻ ഒരു പ്രവാചകനാണോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ സ്പർശനം, അനുഗ്രഹത്തിന്റെ കരം നിന്റെ മുകളിൽ ദൈവം നീട്ടുന്നതായി ഞാൻ കാണുകയാണ്. 1 ഡസൻ മന്ത്രിമാര് തോക്കുവന്നിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോക്കും. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് VD സതീഷ് എങ്ങനെ മനസ്സിലായെന്നുള്ളതാണ്. 100% VD മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പരമാവധി 80+, 80+, 100. നിങ്ങളൊരു മനുഷ്യനല്ലോ. ഇലക്ഷൻ